ഇതെന്തു പറ്റി? പതിവില്ലാത്തൊരു ഒരുക്കോ മൂളിപ്പാട്ടും ഒക്കെ. വല്ല രണ്ടാം കെട്ടിനും പോവാണോ? അയ്യോ, ദേ ഒന്നിനെ കൊണ്ട് തന്നെ വയ്യ, ഇനി ഒന്നിനെ കൂടി. ഈ ജന്മം എനിക്ക് നിന്നെ മാത്രം മതി. ഇങ്ങനെ നാണമില്ലാത്തൊരു മനുഷ്യൻ. എല്ലാരും വീട്ടിലുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഓ, അല്ല, എന്താ ഇന്ന് ഇത്ര സന്തോഷം? നമ്മൾ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തെ ഉടൻ തന്നെ സ്വന്തമായിട്ടൊരു വീട് പണിയാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. പിശുക്കിന്റെ ഭാഷ മാറി ഉത്തരവാദിത്തമുള്ള ഒരു ഗൃഹനാഥന്റെ ഭാഷ കേൾക്കാൻ പറ്റിയല്ലോ. സന്തോഷം. ഇത്രയും നാളും പിശുക്കന്റെ റൂട്ടിൽ പോയതുകൊണ്ടാണടി ഇപ്പൊ സമ്പന്നന്റെ റൂട്ട് തെളിഞ്ഞത്. മനുഷ്യന് അത്യാവശ്യം വേണ്ട പിശുക്കൊക്കെ ആകാന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഇനി അങ്ങോട്ട് പുതിയ ജീവിതം അങ്ങ് തുടങ്ങട്ടെ. അപ്പോൾ ഭർത്താവിന്റെ മുൻശുണ്ടിയും സ്വാർത്ഥതയും പിശുക്കുമൊക്കെ അധികപ്പറ്റല്ലായിരുന്നു എന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾ ഇനിയും വിഷയത്തിലേക്ക് വന്നില്ല. അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് കമ്പനി ശമ്പളം കൂട്ടി തന്നിട്ടില്ലല്ലോ. പിന്നെ എവിടുന്നാ ഈ വീടുണ്ടാക്കാൻ പണമൊക്കെ? ഏജൻസി പോലെയുള്ള പരിപാടി സൈഡ് ബിസിനസ് ആയിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്ത് ബിസിനസ്സാ? അത് പിന്നെ എവിടെ അതിന്റെ ഓഫീസ്? അങ്ങനെ സ്ഥിരമായിട്ടൊരു ഓഫീസൊന്നുമില്ല, ഒരു ഓൺലൈൻ വർക്ക്. ഈ ഫോൺ വിളിച്ച കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെ. അവർക്ക് ആവശ്യമുള്ള സേവനമൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്റെ സേവനം തൃപ്തികരമായാൽ നല്ല രീതിയിൽ കമ്മീഷൻ കിട്ടും. വാങ്ങിയ സ്ഥലത്തുടനെ പുതിയ വീടിന്റെ തറക്കല്ലിടണം. അതിനായി അച്ഛനോട് കുറച്ച് പണം ചോദിക്കണം. എന്താ പെട്ടെന്ന് നിന്റെ മുഖത്തൊരു മങ്ങല്, വോൾട്ടേജ് പോയ പോലെ? അച്ഛൻ ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് വന്നിരിക്കുമല്ലേ, ഈ സമയത്ത് പണം ചോദിക്കുന്നത് ശരിയാണോ? എടി, ഇപ്പോഴാ പണം ചോദിക്കേണ്ട ശരിയായ ടൈം. അച്ഛൻ റിട്ടയർഡ് ആയി എന്നുള്ളതേ എനിക്ക് സന്തോഷ വാർത്തയാ. PF-ഉം മറ്റാനുകൂല്യങ്ങളുമായിട്ട് ലക്ഷങ്ങളെ കിട്ടാൻ പോകുന്നത്. ഭാഗ്യക്കുറി അടിച്ചതുപോലെയല്ലേ? അച്ഛനമ്മമാർക്ക് അതിൻ്റെതായ ബാധ്യതകളും ഉണ്ടല്ലോ. വന്ദനയുടെ വിവാഹം നടത്തണം. പിന്നെ അച്ഛനമ്മയ്ക്ക് വെച്ചു കൊടുക്കാൻ നേറ്റിരുന്ന സ്വപ്ന വീടിന്റെ പണിയും നടക്കണം. അതൊക്കെ വലിയ ബാധ്യതകളാ. അതുകൊണ്ട് ഏട്ടൻ അച്ഛനോട് പണം ഒന്നും ചോദിക്കരുത്, പ്ലീസ്. അച്ഛന്റെ ബാധ്യതകളൊന്നും നടക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അച്ഛന്റെ ബാധ്യതകൾ തൽക്കാലം മാറ്റിവെക്കുക. ആ സ്ഥാനത്ത് എന്റെ ബാധ്യത കയറ്റിവെക്കുന്നു, അത്രയുള്ളൂ. അപ്പോഴേക്കും നിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞോ? അച്ഛനമ്മമാരെ സഹായിച്ചില്ലെങ്കിലും അവരെ തീറ്റിക്കരുത്. പണം ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് മഹാപാപമാണ് പ്രകാശേട്ടാ. എടി മണ്ടി, അച്ഛന്റെ പണം ചോദിക്കുന്നത് അച്ഛനെ ചതിക്കാനല്ല. തൽക്കാലം ഒന്ന് മറിക്കാൻ കിട്ടിയാൽ മതി, തിരിച്ചു കൊടുത്തേക്കാം. വലിയ വലിയ മഹാന്മാര് പോലും പറഞ്ഞിരിക്കുന്നു, ആദ്യം സ്വയം നന്നാവാം, പിന്നെ മറ്റുള്ളവരെ നന്നാക്കിയാൽ മതിയെന്ന്. അതുപോലെ ആദ്യം എന്റെ കുടുംബം നന്നാവട്ടെ, അത് കഴിഞ്ഞ് മതി അച്ഛനമ്മമാരുടെ കാര്യം. മാനത്തെ കൊട്ടാരം